ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പച്ചക്കറികൾ നടുന്നത് തന്നെയാണ് ചെടികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മൾ എല്ലാവരും. അപ്പോൾ നമ്മൾ നിറയെ വീട്ടിൽ ചെടികൾ വാങ്ങിച്ച് നടാനും അത് നിറയെ പൂക്കാനൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാവരും. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നടുന്ന ആ ചെടി കുറച്ച് ദിവസം ആകുമ്പോൾ അത് പൂക്കാതെ വരും. പിന്നെ അത് കുരുടൊക്കെ പിടിച്ച് അത് നശിച്ചു പോകാറുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നടുന്ന ആ റോസയൊക്കെ നമുക്ക് നല്ലതുപോലെ പൂ കിട്ടാനും അതുപോലെ തന്നെ നിറയെ മുട്ടൊക്കെ വരാനും ചെടി നടുന്നുമ്പേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിവിടെ ചെടിച്ചട്ടിയിൽ മാത്രമല്ല കേട്ടോ ചെടികൾ നട്ടിരിക്കുന്നത്, പറമ്പിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിറയെ റോസാപ്പൂവ് പൂത്ത് നിൽപ്പുണ്ട്. നമ്മൾ അതിന് വളമൊക്കെ കൊടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ള വളങ്ങൾ തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വലിയ വിലകൾ കൊടുത്തൊന്നും വളങ്ങൾ വാങ്ങിച്ച് അതിലിട്ട് കൊടുക്കാറില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ്ഡിങ് റോസയൊക്കെ നമ്മൾ വാങ്ങിച്ച് നടുമ്പോൾ അത് ഇത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലൊക്കെ വരുന്ന പൂക്കൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ആകുമ്പോൾ അതങ്ങ് വെട്ടിക്കളയണം. നമ്മൾ ഭംഗിക്ക് അത് നിർത്തിയിരിക്കാതെ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യം മാറ്റണം കേട്ടോ. കാരണം അത് 2-3 ദിവസമൊക്കെ ആകുമ്പം അത് പൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിറയെ തിളിർപ്പുകളൊക്കെ വരാൻ താമസിക്കും. അപ്പോൾ നമ്മളൊരു പൂവ് വന്ന് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അതങ്ങ് പൊഴിഞ്ഞ് പോകുന്നുമ്പോൾ ഞങ്ങൾ വെട്ടിക്കളയണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ പൂത്ത പൂവായതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്ത. ഒരു 2 ദിവസം കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വരും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് 2-3 ഇല ഒന്ന് താഴ്ത്തി, ഒരു 4 ഇലയായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മളതങ്ങ് വെട്ടിക്കളയണം. അപ്പോൾ ഇത്തിരി ചെറിയ കമ്പ് ഇത് വാങ്ങിച്ച് നട്ട റോസയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ നല്ല തിളിർത്ത് നിറയെ മുട്ടുകൾ വരും. പിന്നെ അത് മാത്രമല്ല, മുല്ല നമ്മൾ വാങ്ങിച്ച് നട്ടാലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആ പൂക്കൾ വരുമ്പോൾ തന്നെ അതൊന്ന് പൊഴിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് ഇതുപോലെ ഒരു 3-4 ഇല ഒന്ന് താഴ്ത്തി നിറയെ വെട്ടിക്കളയണം. അങ്ങനെ വരുമ്പോൾ നിറയെ ശിഖരങ്ങൾ വന്ന് നിറയെ മുല്ലപ്പൂവൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നടുന്ന റോസ നമ്മൾ നടുന്നത്. അപ്പോൾ റോസ നടുമ്പോൾ ഇതുപോലെ വാടിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് വെട്ടി നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ റോസ നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാൻ. അപ്പോൾ ഞാൻ ഇവിടെ 2-3 ചെടിച്ചട്ടികൾ റോസ മാറ്റി നടാറുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി പൂക്കളെല്ലാം ഒന്ന് കളഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ ചെടി നട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ചെടിത്തോട്ടത്തിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികൾ, റോസ ചെടികൾ നടുന്നുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ റോസ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്ന എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ മണ്ണൊക്കെ ഉറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതുപോലെ പൊടിച്ച് കിട്ടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാ ഒരു മണ്ണൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ ആ വേരൊന്നും പൊട്ടിപ്പോവാതെ തന്നെ ആ മണ്ണെല്ലാം ഒന്ന് ഇളക്കി കളയാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്ന് കുതിർത്തിട്ട ശേഷം ഞാൻ വേറൊരു ചെടി കുതിർത്ത് വച്ചിരുന്ന ഒരു ചെടിയെ ഞാൻ കാണിക്കുകയാണ്. ഇതൊന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പോൾ ഞാൻ ഇത് വേറൊരു ചെടിച്ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന നേരത്തെ ഞാൻ ഇതുപോലെ വെള്ളം വീത്തി ഒന്ന് കുതിർത്ത് വെച്ച ചെടിയാണ്, അത് നട്ടതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് വലിയ റോസയാണ് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ ഈ ഒരു കവറ് ഒന്ന് കീറിയ ശേഷം നമ്മൾ ആ മണ്ണെല്ലാം ഒന്ന് മാറ്റിക്കളയണം. അപ്പോൾ ഞാൻ ഇതിന് നടാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചാണകപ്പൊടി, അതുപോലെ ചകിരിച്ചോറ്, മണ്ണ്, കുറച്ച് മണൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിക്സാണ് ഞാൻ ഇതിൽ നടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അതവിടെ ഇതൊന്ന് കവറൊന്ന് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ്. വെട്ടിക്കൊടുത്ത ശേഷം ആ ഒരു മണ്ണെല്ലാം ഒന്ന് മാറ്റാണ്. അപ്പോൾ അതിൻ്റെ വേരൊന്നും നഷ്ടപ്പെടാതെ വേണം നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ മാറ്റാൻ. കണ്ട കുതിർത്ത് വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ അത് എല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ റോസയുടെ വേരൊന്നും നഷ്ടപ്പെട്ടു പോവാതെ വേണം നമ്മൾ അതിനെ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കവറിൽ നിന്ന് മാറ്റാൻ. അപ്പോൾ ഇങ്ങനെ നടുമ്പോൾ നമ്മൾ റോസയൊക്കെ നല്ലതുപോലെ പൊടിച്ച് കിട്ടും. നമ്മൾ കണ്ടോ, ഇതൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ നല്ല കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ മണ്ണൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു എല്ലാം ഒന്ന് മാറ്റിയ ശേഷം ആ ഒരു കുറച്ച് മണ്ണ് വെച്ച് തന്നെ നമ്മൾ ആ ചെടിച്ചട്ടിയിലേക്ക് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ അധികം മണ്ണൊന്നും വച്ചിട്ടില്ല, എല്ലാം ഒന്ന് ഇളക്കിയിട്ട് വേര് പൊട്ടാതെ തന്നെ നമ്മൾ അതേപോലെ ഒന്ന് ചെടിച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ചെടിച്ചട്ടിയുടെ പകുതി ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റോസയൊന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി നിറയെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് വളമൊക്കെ വാങ്ങിച്ചിരുന്നു. അതൊക്കെ ഞാൻ ഇതിൽ കുറച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ ചാണകപ്പൊടി, അതുമാത്രമല്ല കഞ്ഞിവെള്ളം നമുക്ക് വെള്ളം കൂട്ടിയൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് ഇട്ട് കൊടുത്ത് നമ്മൾ നട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പം ഇതിലിപ്പോൾ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാ ഭാഗത്തും മുട്ടുകളും വന്നിട്ടുണ്ട്, പൂവൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ ചെടികളൊക്കെ നടാൻ ആഗ്രഹമുള്ളത് ഇതുപോലെ ഒന്ന് നട്ട് നോക്കുക. നമുക്ക് എത്ര പൊടിക്കാത്ത റോസയും നമുക്ക് നല്ലതുപോലെ പൊടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ അതവിടെ വാങ്ങിച്ച് നട്ടിരിക്കുന്ന റോസകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോസാപ്പൂവ് 2 ദിവസം കഴിഞ്ഞുകൊണ്ട് അതെല്ലാം ഒന്ന് വെട്ടിക്കളയണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിറയെ തന്നെ നമുക്ക് പൂവ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിൽ നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട തേയില കൊത്തൊക്കെ നമുക്ക് ഉണക്കിയിട്ട് കൊടുക്കാം. അതുമാത്രമല്ല മുട്ടയുടെ തോട്, അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഇത് നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്ത് അരച്ച് അത് വെള്ളം കൂട്ടി കലക്കിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിറയെ പൂവ് കിട്ടും കേട്ടോ.